പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവ് മാറാത്തവനായി ക്രിസ്തുവില് നമ്മളെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ധാരാളമായി പകർന്നു തന്നിരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ക്രിസ്തുവേശുവിലൂടെ സകല നന്മകളും, അതെ, അത് നമ്മുടെ അവകാശമാണ്. ആമേൻ. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഹല്ലേലൂയ, നിങ്ങളെയും എന്നെയും സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ അവകാശം. ഒരുപക്ഷെ അതിന് വിമർശനങ്ങൾ വന്നേക്കാം, ചോദ്യങ്ങൾ വന്നേക്കാം, ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു ദൈവവേദനയുടെ അവകാശം. കാരണം നമുക്ക് ദൈവജനത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ആദമിനെ ദൈവം സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിച്ചു. ആദമിനെ സൃഷ്ടിച്ച നാളിൽ തന്നെ ദൈവം അവരെ അനുഗ്രഹിച്ചു. അപ്പൊ ദൈവം ആദാമിനെ അനുഗ്രഹിച്ചത് സൃഷ്ടിച്ച നാളിൽ തന്നെ. അനുഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശമാണ്, ദൈവമക്കളുടെ അവകാശം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ മുമ്പിൽ, അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ട നിങ്ങളുടെ കൂടെ ദൈവവചനവുമായി ആയിരിക്കാൻ ഇടയായതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കർത്താവ് നിങ്ങളെല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിന്റെ ജീവിതമായി തീരട്ടെ, ഉയർച്ചയുടെ ജീവിതമായി തീരട്ടെ. സകല അനുഗ്രഹങ്ങളും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആമേൻ അസാധാരണമായി ഒഴുകുന്ന നാളുകളായിട്ട് ഈ ദിവസങ്ങൾ മാറട്ടെ. നിങ്ങൾ ഏത് മേഖലയിലാണോ തളർന്ന് മടുത്ത് ചോദ്യം ചെയ്യപ്പെട്ട് ചിലപ്പോൾ വിലപിച്ചെന്ന് വേണേ പറയാം, അതുപോലെ നിങ്ങൾ പ്രയാസത്തിൽ കൂടെ പോകുന്നു, ആ മേഖലയിലെല്ലാം നിങ്ങളൊരു അനുഗ്രഹമാക്കി നിർത്തുവാനായിട്ട് കർത്താവിന് കഴിയും. അതെ, നമ്മുടെ ജീവിതത്തിനകത്ത് ചിലപ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളുടേതായ ചില പരിമിതികൾ നമ്മളെ കണ്ടേക്കാം. വിശ്വസിക്കാൻ കഴിയുന്നില്ല, ധൈര്യപ്പെടാൻ കഴിയുന്നില്ല, സെൽഫ് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ നല്ലപോലെ സംസാരിക്കാൻ അറിയില്ല. ഒരുപാട് കുറവുകൾ നമ്മൾ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ നിന്നുണ്ടായേക്കാം. ചിലതെല്ലാം ചിലർക്ക് ഇൻബോൺ ആയിട്ട് ചിലർക്ക് കഴിവുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ചില കുഞ്ഞുങ്ങൾക്ക് പാടാനുള്ള കഴിവ് ഇൻബോൺ ആയിട്ട് അവർക്കുണ്ട്. ചിലര് അതുപോലെ തന്നെ വരയ്ക്കുക, പലതരത്തിലുള്ള കഴിവുകൾ അവരിൽ ഇൻബോൺ ആയിട്ട് അവരിൽ ചിലരിൽ കാണാൻ പറ്റും. എന്നാൽ നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുക, ദൈവവചനത്താൽ നമ്മളെ വീണ്ടും ജനിച്ചിരിക്കുക. അപ്പം ഇൻബോൺ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? നമ്മൾ അതിനെക്കുറിച്ച് എന്താ മനസ്സിലാക്കണം? തലമുറകളായിട്ട് ആ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് അവരുടെ മുൻ തലമുറകൾക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ കുഞ്ഞുങ്ങളിൽ കാണാൻ കഴിയുന്നു. അത്രേ ഉള്ളൂ. അതിനെയാ ഇൻബോൺ ആയിട്ട് അവന് ജന്മനാ ഉള്ളൊരു വാസനയാണതെന്ന് പറയാറുണ്ട്. അതെങ്ങനെ? അവരുടെ മാതാപിതാക്കൾക്ക് അതുണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിന്, മുത്തച്ഛന്മാർക്ക് അവർക്കുണ്ടായിരുന്നു. ആ കഴിവ് അവന് കിട്ടി. അത് അവന് ഇൻബോൺ ആയിട്ട് അവനുണ്ടെന്ന് നമ്മൾ അങ്ങനെ അറിഞ്ഞത്. അപ്പൊ അതായത് അതിന് പരിശീലനങ്ങളുടെ ആവശ്യമില്ല. ഇപ്പൊ ചിലത് അങ്ങനല്ല, ചിലത് നമ്മൾ പരിശീലിക്കപ്പെടേണ്ടതുണ്ട്, അല്ലേ? ചില ഭാഷകൾ പഠിക്കുന്നത് നമ്മൾ പരിശീലിക്കപ്പെടേണ്ടതുണ്ട്. ചില കഴിവുകൾ ചിലർ പരിശീലിച്ച് സിദ്ധിക്കുന്നുണ്ട്. ചിലർക്ക് പാടാനുള്ളത്, വരയ്ക്കാനുള്ള കഴിവുകള്, ചില കായിക കലാവിനോദങ്ങള് ചിലർ പരിശീലനത്തിലൂടെ നേടിയെടുക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് ലോകത്തിൽ പ്രശസ്തമായിട്ട് നിൽക്കുന്ന പല കായിക വിനോദങ്ങളിലും വർഷങ്ങളും മാസങ്ങളും എടുക്കുന്ന പരിശീലനത്തിന്റെ ഒടുവിലാണ് അവര് അതിൽ തിളങ്ങുന്നവരായി മാറുന്നത്. അപ്പൊ പരിശീലനത്തിലൂടെ സാധ്യം. അതായത് നമ്മുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരിശീലനത്തിലൂടെ ലഭിച്ചതല്ല, ഇറ്റ്സ് ഇൻബോൺ ആയിട്ട് നമ്മുടെ അകത്തുണ്ട്, അത് നമ്മുടെ ഉള്ളിലുണ്ടത്. കാരണം അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ തന്നെ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അപ്പൊ അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം, ആദമിനെ സൃഷ്ടിച്ച നാളിൽ തന്നെ അനുഗ്രഹിച്ച ദൈവം. ദൈവത്തിന്റെ ഹൃദയം അനുഗ്രഹിക്കുന്ന ഹൃദയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം അനുഗ്രഹിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യത്തിൽ നമ്മളായിരുന്നു. ചിലപ്പോൾ നമുക്ക് സംശയം ഉണ്ടായിരിക്കാം, ഭയം ഉണ്ടായിരിക്കാം, ഭാരം ഉണ്ടായിരിക്കാം, നിരാശ ഉണ്ടായിരിക്കാം. ചിലർക്ക് ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവർക്ക് പലതരത്തിലുള്ള വൈകാരികമായ വൈകല്യങ്ങളുള്ളവർ പലരും കണ്ടേക്കാം. പക്ഷേ
നാം പരിശീലനത്തിലൂടെ പുറത്തു വരിക. പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. പരിശീലനം ദൈവവചനത്താൽ അഭ്യാസം തികഞ്ഞവരാകുക. ദൈവവചനത്താൽ. ദൈവവചനമാണ് നമ്മളെ അഭ്യസിപ്പിക്കുന്നത്. കർത്താവിന്റെ വചനം നമ്മള് ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. തിരുവെഴുത്ത് അല്ലെങ്കിൽ ന്യായപ്രമാണം ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തിയെങ്കിൽ തിരുവെഴുത്ത് അല്ലെങ്കിൽ സ്ക്രിപ്ചർ ഓർ ദ ലോ നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തി. എന്നാൽ ദൈവവചനം, ആമേൻ, ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സകല നന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. വചനമാണ് നമ്മളെ ക്രിസ്തുവിലേക്ക് എത്തിച്ചത്. വചനമാണ് നമ്മളെ അത് പ്രാപിക്കത്തക്കവണ്ണം പ്രാപ്തരാക്കി മാറ്റുന്നത്. അപ്പോഴ് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനമില്ല. ആ വചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അതായത് അബ്രഹാമ്യ സന്തതി എന്ന് പറയുന്ന യഹൂദന്മാരെ ന്യായപ്രമാണമാണ് ക്രിസ്തുവിലേക്ക് എത്തിച്ചത്. എന്നാൽ നിങ്ങളെ എന്നെയും ക്രിസ്തുവിലേക്ക് എത്തിച്ചത് ന്യായപ്രമാണമല്ല, ദൈവവചനമാണ്. വചനം കേട്ട് വിശ്വസിച്ചവർ. അപ്പം വചനമാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ ബേസ്. ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം ഉണ്ടാകണം. ഐ എം ബ്ലെസ്ഡ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു സംശയവും വേണ്ട കാര്യം. നമ്മുടെ ഉള്ളിൽ ആ ഉറപ്പുണ്ടാകണം. ഐ ആം ബ്ലെസ്ഡ് ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം, പരിഹസിക്കപ്പെടും. അനുഗ്രഹം മാത്രമുള്ള ക്രിസ്തുവിൽ അനുഗ്രഹമേ ഉള്ളൂ. ക്രിസ്തുവിൽ ശാപമുണ്ടോ? അല്ല, ക്രിസ്തുവിൽ അനുഗ്രഹമേ ഉള്ളൂ. അതിന് സംശയം വേണ്ടതേ. അതിന് വേറൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. അവനിൽ അനുഗ്രഹിക്കപ്പെട്ടവരാ നിങ്ങൾ. ഞാൻ ആ ബോധ്യത്തിൽ നമ്മൾ കഴിയും. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ നിരാശപ്പെട്ട്, തളർന്ന്, ഭാരപ്പെട്ട്, നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനൊരു പ്രയാസത്തിലൂടെ പോകുന്നു, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇല്ല, നിങ്ങളെ തിരിച്ചറിയണം. യു ആർ ബ്ലെസ്ഡ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമുക്ക് ദൈവവചനത്തില് എഫേസ്യ ലേഖനത്തില് ഒരു വാക്യം, എഫേസ്യ ലേഖനത്തിന്റെ അതിന്റെ 1-ാമത്തെ അധ്യായത്തില് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 3-ാമത്തെ വാക്യം, എഫേസ്യ ലേഖനം 1:3. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ക്രിസ്തുവിൽ നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുക. നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പൊ ഇത് വചനത്തിലൂടെ നാം തിരിച്ചറിയുന്നത്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നുള്ള അറിവ് എൻ്റെ അകത്ത് വരുന്നത് വചനത്തിലൂടെയാണ്. അപ്പൊ നമ്മുടെ അകത്ത് ആ ബോധ്യം ഉണ്ടാകട്ടെ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഐ ആം ബ്ലെസ്ഡ്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളത്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് തിരിച്ചറിഞ്ഞു. ഞാനൊരു അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞു. സകല മേഖലകളിലും ഞാനൊരു അനുഗ്രഹമാണെന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ. ഇൻ ക്രൈസ്റ്റ്. ഇവിടെ ഈ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന. ഒരു സംശയമില്ലാതെ ക്രിസ്തുവിൽ നമ്മെ അവൻ അനുഗ്രഹിച്ചിരിക്കുക. സകല അനുഗ്രഹത്താൽ. അവിടെ അതിനൊരു സംശയമില്ല. ഞാനത് ആദ്യം പറഞ്ഞത് വീണ്ടും എടുത്തു പറയുന്നത് അത് അത്രത്തോളം പ്രസക്തമായതുകൊണ്ടാണ്. ചോദ്യങ്ങൾ വന്നേക്കാം, വെല്ലുവിളികൾ ഉണ്ടായേക്കാം, പരിഹസിച്ചേക്കാം, വിമർശനങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ വിശ്വസിക്കണം, ക്രിസ്തുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു തിന്മയും ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം നിങ്ങൾക്ക് തന്നതല്ല. ദൈവം തന്നു എന്ന് ഞാൻ പറയത്തില്ല. ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല, നിശ്ചയമാണ്.
പക്ഷേ ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന്റെ ആ ക്ലിയർ പ്ലാൻ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് നമ്മളൊന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ അകത്ത് കർത്താവ് എന്നെ കുറിച്ച് ആഗ്രഹിച്ചത് നന്മ മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. ഇതുവരെ നിങ്ങൾ പരാജയത്തിന്റെ അടയാളമായിട്ട് ലോകത്തിന് മുമ്പിൽ നിന്നെങ്കിൽ, ചിലരെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാക്ക് പറഞ്ഞ് നിങ്ങളെ ശപിച്ചെങ്കിൽ, കുറ്റപ്പെടുത്തിയെങ്കിൽ, ചിലപ്പോഴൊക്കെ ചില ആളുകൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത, ചിലപ്പോൾ നമ്മൾ പറയത്തില്ല, നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയേക്കാം. അവിടെ നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കരുത്, സ്വസ്ഥമായിട്ടിരുന്നേ. നിങ്ങളെ മുറിപ്പെടുത്തിയവരുടെ നാവ് കൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ച് നന്മ പറയിച്ചിരിക്കും കരുത്. അതാ നമ്മുടെ ദൈവം. അപ്പൊ അതുകൊണ്ട് വിമർശിക്കുന്നവര്, ചോദ്യം ചെയ്യുന്നവര്, അവരെ കണ്ടിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനല്ല എന്ന് പറയരുത്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കുന്ന അനുസരിച്ച്, അവിടെ പറയുന്ന അനുസരിച്ച്, ഇവിടെ പറയുന്ന അനുസരിച്ച്, അങ്ങനല്ലല്ലോ. അതും കൂടെ ഒരുമിച്ചാണല്ലോ പോകുന്നത്. പ്രിയപ്പെട്ട ഒരു വചനത്തിൽ എഴുതിയിരിക്കുന്നത് നീ ഉയർച്ചയും താഴ്ചയും പ്രാപിക്കുമെന്നല്ല. കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ച്, നിന്റെ സ്വഭാവത്തിന്റെ വ്യത്യാസം അനുസരിച്ച് നീ ഉയർച്ചയും താഴ്ചയും പ്രാപിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് only above, ഉയർച്ച തന്നെ പ്രാപിക്കും. അത് ദൈവത്തിന്റെ പ്ലാനാ. പ്രൈസ് ഗാഡ്. നമ്മള് ചില അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ, അവിടെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് ചില സ്ഥലത്ത് വൈബ്രേഷൻ പോലെ തോന്നിയേക്കാം, ചില സ്ഥലത്ത് വളരെ കുത്തൊഴുക്ക് പോലെ തോന്നി. ഇതെല്ലാം അവിടെ കണ്ടേക്കാം. വളരെ താഴേക്ക് ഇറങ്ങുന്ന പോലെ, മുകളിലേക്ക് കയറുന്ന പോലെ എല്ലാം തോന്നി. പക്ഷേ അവിടെ അതിന്റെ നിർമ്മിതാക്കൾ അത് സേഫായിട്ട്, അത് ഒരു കാരണവശാലും അതെല്ലാം സംഭവിക്കുമ്പോഴും ഒരു പ്രതികൂലം വരാതെ വണ്ണം അതിനെ കവർ ചെയ്ത് ഈ ലോകത്തിന്റെ ഒരു മനുഷ്യന്റെ ജ്ഞാനം അത് ഉപയോഗിക്കുന്നവര് ഒരിടത്തും വീണു പോകാതെ വണ്ണം അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നെങ്കിൽ, പ്രിയപ്പെട്ട ഒരു സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചലഞ്ചുകളെ കണ്ടിട്ട് അത് ദൈവം എന്തിനെ ഇങ്ങനെ അനുഭവിച്ച്, ദൈവം എന്തിനെ ഇങ്ങനെ ചെയ്ത്, ഇല്ലില്ല. കർത്താവ് നിങ്ങളെ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഇതിനെല്ലാം മുകളിലാണ്. ഈ പ്രതികൂലങ്ങൾക്ക്, ഈ പ്രതിസന്ധികൾക്ക്, ഈ വെല്ലുവിളികൾക്കെല്ലാം ഉയരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ അതിന് മീതെയാണ് എന്ന ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ ഉള്ളിൽ ചുറ്റുപാടുകളിലെ സാഹചര്യങ്ങൾ, ആളുകളുടെ വാക്കും ഇതെല്ലാം കേട്ട് ആളുകളെ പ്രസാദിപ്പിക്കാനായിട്ട്, മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനായിട്ട്, ഇല്ലെങ്കിൽ അവരതിനെ ഇനി അത് നാളെ അവരത് പറഞ്ഞ് വലുതാക്കും. നിങ്ങൾ അതോർത്ത് മറ്റുള്ളവരോർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങളോട് തന്നെ പറ, ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതാ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ അവസാനം ഒരു വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിനെ ഉയർപ്പിച്ചതിലൂടെ അവൻ പിതാവായ ദൈവം പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്തതിന് അവർക്ക് നൽകിയിരിക്കുക. അപ്പോസ്തല പ്രവൃത്തി 3:26. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അവനെ അയച്ചത് തന്നെ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ടാണ്. പിതാക്കന്മാരോട് പറഞ്ഞു, നിന്റെ തലമുറയെ ഞാൻ അനുഗ്രഹിക്കും. ആ അനുഗ്രഹത്തിന്റെ ദൂത് ക്രിസ്തുവിൽ കൂടെ അവനെ ഉയർപ്പിച്ചതിലൂടെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 26 പറയുന്ന അനുസരിച്ച്, ആമേൻ, ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. യേശുവിനെ അയച്ചത് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനാണ്. യേശു ഉയർത്ത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു ഉയർത്തെന്നിട്ട് ഇന്ന് ജീവിക്കുന്നത് വിശ്വസിക്കുന്നുണ്ടോ? അവന്റെ മരണപുനരുത്ഥാനവന്റെ അകൃത്യത്തിൽ തിരിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ അകൃത്യങ്ങളിൽ നിന്ന് തിരിച്ച് നിങ്ങളെ വിശുദ്ധരാക്കി
വിശ്വാസികളാക്കി പള്ളിയിൽ കൊണ്ട് സ്ഥാപിക്കാനായിട്ട് മാത്രമല്ല, അവനിൽ ആമേൻ അവൻ മരിച്ചത്, പുനരുത്ഥാനം ചെയ്തത്, പിതാക്കന്മാർ അരുളി ചെയ്ത അനുഗ്രഹത്തെ അവന്റെ തലമുറകൾ, അവന്റെ മക്കളുടെ മേൽ തന്ന് അനുഗ്രഹിക്കാനുമുള്ള അനുഗ്രഹത്തിന്റെ അവകാശികളാണ് നിങ്ങളും ഞാനും. അത് മറന്നു പോകരുത്, അത് മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എഫേസ്യ ലേഖനത്തിൽ കാണുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുക കർത്താവ്. നമുക്കെന്ത് വിശ്വസിക്കാനായിട്ടാ പ്രയാസം? ഇന്ന് ലോകത്ത് ശിക്ഷിക്കുന്ന, തകർക്കുന്ന, ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ഒരു ഒറ്റ തെറ്റിന്റെ കാരണം കൊണ്ട് എല്ലാ മേഖലയും ഇടിച്ച് തകർത്ത് അവനെ ഒരു പരിഹാസ വിഷയമാക്കുന്ന ദൈവത്തെക്കുറിച്ച് കേൾക്കാനും പറയാനും വളരെ ഈസിയാണ്. പക്ഷേ അതിനപ്പുറമായി ഒരു തെറ്റ് കാണുമ്പോൾ അപ്പൊ തന്നെ ശിക്ഷിക്കുന്ന ദൈവം തന്നെ നിന്നിൽ ഒരൊറ്റ നന്മ കാണുമ്പോൾ ആ ഒരൊറ്റ നന്മ കൊണ്ട് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവവും കൂടെ ആണ് വരുന്നത്. മാർത്തയും മറിയയും ഭവനത്തിൽ യേശുവിനെ സ്വീകരിച്ച് മാർത്ത ജോലി തിരക്കിന് അടയ്ക്കുക. ജോലി എന്ന് പറഞ്ഞാൽ നല്ല ജോലി, കാരണം യേശുവിനെ എങ്ങനെങ്കിലും പ്രസാദിപ്പിച്ചയക്കാനായിട്ടുള്ള തിരക്കിലാണ് മാർത്ത. പക്ഷെ മറിയ ദൈവസ്ഥലിരുന്നപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. നല്ല അംശം, അനേകം അല്ല വേണ്ടത്, ഒന്ന് മതി. അതാ വചനം പറഞ്ഞത്, ഒന്ന് മതി. ക്രിസ്തുവിനെ തെരഞ്ഞെടുത്ത് ആ ഒരൊറ്റ നന്മ, യേശു ക്രിസ്തുവിനെ നാം വിശ്വസിച്ചു എന്നൊരൊറ്റ നന്മ കൊണ്ട്, ആ ഒരൊറ്റ ഗുണം കൊണ്ട് സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്ന് നമ്മെ നിറയ്ക്കാനായിട്ട് ദൈവം വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തനാണ്. നിങ്ങളതൊന്ന് വിശ്വസിച്ചേ. ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ശാപമുണ്ട്, വിശ്വസിക്കാൻ ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടില് ആരെങ്കിലും ഒരാൾ വന്നല്ല, നമ്മളെ വഴി വെച്ച് ഒരാൾ കണ്ട് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അറിയാതെ പറയുകയാണ്, എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾക്കൊരു വലിയ പാരമ്പര്യ ശാപമുണ്ട്. നമ്മളത് അപ്പൊ തന്നെ ആമേൻ പറഞ്ഞ് വിശ്വസിക്കാൻ റെഡിയാണ്. ഞങ്ങൾക്ക് അറിയാം, അല്ലെങ്കിലും അറിയാം കുറെ നാളായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ എന്താണ് വിഷയം ഒന്ന് തേടി നടക്കുന്നത്, പാരമ്പര്യ ശാപം അല്ലേ, നമ്മളതിനെ അംഗീകരിക്കും. പക്ഷേ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇരിപ്പുണ്ട്, നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞേ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ. ഇല്ല, നിങ്ങളെ കുറിച്ചെങ്കിലും പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാ. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാണ് ഈ പ്രോഗ്രാം കാണുന്നത്, നിങ്ങളൊന്ന് പറഞ്ഞു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്രിസ്തുവിലാണോ? നിങ്ങൾ ക്രിസ്തുവിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കിക്കേ. വളരെ ചൂടുള്ള ഒരു റൂമില്, ഒരു അടുക്കളയില് ചൂടുള്ള നല്ല ചൂടുള്ള അന്തരീക്ഷമുള്ള ഒരു അടുക്കളയിൽ നിന്ന് നിങ്ങൾ പറയാം, ഞാൻ ചൂടിനകത്താണ്, ചൂടുള്ള അടുക്കള ആയതുകൊണ്ട് ഞാൻ ചൂടില്ല. അതെ, ആ റൂമിലുള്ളതേ നിങ്ങൾ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ AC ഇട്ട് നല്ല തണുപ്പുള്ള റൂമിൽ നിങ്ങൾ ചില ജോലി സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യേക കാരണം കൊണ്ട് നല്ലപോലെ കൂളിംഗ് ആയിരിക്കും, അവിടെ നല്ല തണുപ്പായിരിക്കും. അവിടെ ആ തണുത്ത മുറിക്കകത്ത് നിന്ന് നിങ്ങൾ തണുപ്പല്ലേ അനുഭവിക്കൂ. ക്രിസ്തുവിൽ നിന്നുള്ളപ്പോ ക്രിസ്തുവിൽ അനുഗ്രഹമല്ലേ ഉള്ളൂ, അതല്ലേ നിങ്ങളുടെ അവകാശം. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിന്തുടർന്ന്, നിങ്ങളെ നിരാശപ്പെടുത്തി, തളർത്തി, നിങ്ങളെ എല്ലാ മേഖലകളിലും നിങ്ങളെ മണ്ടന്മാരെന്ന പോലെ ആക്കി നിങ്ങളെ തകർത്തു വെച്ചിരുന്ന ശാപത്തിനകത്തു നിങ്ങൾ പുറത്തു വന്നേ ഒരൊറ്റ വിശ്വാസത്താൽ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നുള്ള വിശ്വാസം. അവിടെ നമുക്ക് ഈ വചനത്തിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം, തൊട്ടടുത്ത വാക്യം, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, നാം തന്റെ സന്നിധി വിശുദ്ധനും നിഷ്കളങ്കരുമാകണതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. അപ്പൊ ഇവിടെ പറയും, നമ്മൾ ആദ്യം വായിച്ച വാക്യം, 3-ാമത്തെ വാക്യം, നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന. എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവം. ആ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് 3-ാമത്തെ വാക്യത്തിൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? എന്താണ്? ഹല്ലേലൂയ, ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ. എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുമ്പേ. നമ്മള് ജനിച്ചു, ശരിയും തെറ്റും എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഗുണവും ദോഷവും എല്ലാം നോക്കിയിട്ട് കുഴപ്പമില്ല,
ക്വാളിഫൈഡ് ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് തെരഞ്ഞെടുത്തതല്ല പറയുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പേ നമുക്ക് യെരമ്യാ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, നീ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എന്നെ കർത്താവ് തെരഞ്ഞെടുത്ത് ലോക സ്ഥാപനത്തിന് മുമ്പെയാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. അതെ, ഇത് ദൈവവചനമാണ്. നിങ്ങൾ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ലോക സ്ഥാപനത്തിന് മുമ്പേ. ഇന്നലെയും ഇന്നും നടന്ന കാര്യമല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ സംഭവിച്ച കാര്യമാണ്. അങ്ങനെ ലോക സ്ഥാപനത്തിന് മുമ്പേ അത് സംഭവിച്ചെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് ഒരു വാക്യം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ, അതിന്റെ 1-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ ഉണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അല്ലെങ്കിൽ 9ഉം 10ഉം വാക്യങ്ങളെ വായിക്കും. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല. ഇത് പുതിയത് എന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അത് ഉണ്ടായിരുന്നു. ഇവിടെ വചനം പറയുന്നത്, ഇന്ന് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം പണ്ടേ ഉണ്ടായിരുന്നു. അത് പുതിയതെന്ന് പറയാൻ ഒന്നുമില്ലെന്നാ വചനം പറയുന്നത്. അതായത് സഭാപ്രസംഗിയുടെ പുസ്തകം ജ്ഞാനികളിൽ ജ്ഞാനി എന്ന് വിശേഷിക്കപ്പെടുന്ന ദാവീദിന്റെ പുത്രനായ ശലോമോൻ എഴുതിയ സഭാപ്രസംഗിയുടെ 1-ാം അധ്യായം 10-ാം വാക്യമാണ്. പുതിയതെന്ന് പറയാൻ ഒന്നുമില്ല, എല്ലാം പണ്ടുണ്ടായിരുന്നതാ. ഇന്ന് മനുഷ്യർ പുതിയത് തേടി നടക്കുക. എവിടെ ഒരു പുതിയത് കിട്ടും? പുതിയ ഫാഷൻ, പുതിയ ഭക്ഷണക്രമം, പുതിയ ജീവിത രീതി, എല്ലാം പുതിയ നമ്മള് ഇന്ന് എന്ത് എക്യുപ്മെന്റ്സ് ആകട്ടെ, അത് പുതിയ മോഡൽ ഇറങ്ങിയാൽ അപ്പൊ തന്നെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് ഒരു സന്തോഷമാണ്. അതിനുവേണ്ടി ഓടി നടക്കുക. ഇവിടെ വചനം പറയുക, പുതിയതെന്ന് പറയാൻ ഒന്നുമില്ല, സകലത് മുമ്പേ ഉണ്ടായിരുന്ന. എപ്പോഴാ? പുരാതന കാലം. അങ്ങനെയാണെങ്കിൽ നമ്മള് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന അനുസരിച്ച് ക്രിസ്തുവിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം പണ്ട് തന്നെ, പുരാതന കാലത്ത് തന്നെ സൗഖ്യം, വിടുതൽ, ക്ഷമ, അനുഗ്രഹം, സ്വസ്ഥത, സമൃദ്ധി, ആരോഗ്യം, പൂർണ്ണത, ബലം, പുത്രത്വം, മഹത്വം, മാനം, സകലതും, അധികാരം, ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കാൻ വാഴാൻ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ സകലതും ക്രിസ്തുവിൽ. അത് 3-ാം വാക്യം വ്യക്തമായിട്ട് പറയുന്നു. നമുക്ക് വേണ്ടിയത് സകലതും. എഫേസ്യ ലേഖനം 1:3 പറയുന്നു, സകലതും നൽകി കഴിഞ്ഞു ക്രിസ്തുവിൽ. അതെപ്പോഴാ? ലോക സ്ഥാപനത്തിന് മുൻപേ. എന്നാൽ കർത്താവ് ഒരുക്കിയത് ലോക സ്ഥാപനത്തിന് മുമ്പാണ്. പക്ഷേ അതിന്റെ മുദ്ര പൊട്ടിച്ചത് യേശു ക്രൂശിൽ മരിച്ചപ്പോൾ. അതിനെ റിലീസ് ചെയ്തത് യേശു ക്രൂശിൽ മരിച്ചപ്പോൾ. നമുക്കറിയാം, നമ്മളൊരു പാക്കറ്റിനകത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും വസ്തു പുറത്തേക്ക് ഇടുകയാണെന്നുണ്ട്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് കുറേ സംഭവങ്ങൾ ഒരുമിച്ച് നിന്നാൽ ആ പാക്കറ്റിന്റെ ആ ദ്വാരത്തിലൂടെ അത് പുറത്തു വരത്തില്ല. പക്ഷേ നമ്മളത് വലുതാക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ അത് പുറത്തേക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് ഒരു വസ്തു ഉണ്ടെന്നിരിക്കണം, അത് പ്ലാസ്റ്റിക്കിൽ കവേർഡ് ആണെങ്കിൽ അത് നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. അത് പൊട്ടിച്ചു കഴിയുമ്പോൾ നമ്മുടേതായിട്ട് മാറും. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ, ആമേൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായ ഒരു കാര്യം എന്താണെന്നറിയാം? നമുക്ക് വേണ്ടി ലോക സ്ഥാപനത്തിനുമേ കർത്താവ് ഒരുക്കിയതിന്റെ മുദ്ര പൊട്ടിച്ചതാണ് ക്രൂശിൽ നടന്നത്. എന്നാൽ മുദ്ര പൊട്ടിച്ചതുകൊണ്ട് അത് എന്റേതാകണമെന്നില്ല, അത് പ്രാപിക്കണം. That is already prepared. All the blessings are before the foundation of the earth. Yes, hallelujah. Over the cross it is released. But by faith we received. വിശ്വാസത്താൽ നാം സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ ലോക സ്ഥാപനത്തിലും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അനുഗ്രഹത്തെ ക്രിസ്തു യേശു, അവൻ തന്റെ മരണത്തിലൂടെ നിങ്ങളുടേതും എന്റേതുമാക്കി മാറ്റി, നിങ്ങളെയും എന്നെയും അവകാശികളാക്കി മാറ്റി, അതിനെ പ്രാപിച്ചെടുക്കാം ഇന്ന് പകൽ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ ഇന്ന് വിശ്വസിച്ചേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഇന്ന് വിശ്വസിച്ചേ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുത വിടുതൽ കർത്താവ് അയക്കാൻ പോവാ. അത് സംഭവിച്ചു കഴിഞ്ഞ കാര്യം.
യേശുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ അത് നിങ്ങൾക്ക് വേണ്ടി മുദ്രയിടപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടേതായി മാറി കഴിഞ്ഞു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവരുടെ ജീവിതത്തിനകത്ത്, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇപ്പോൾ തന്നെ കർത്താവേ, അവരില് ആമേൻ, ലോക സ്ഥാപനത്തിനു മുമ്പേ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയ നന്മയുടെ കെട്ടഴിയട്ടെ. അവർ സ്വതന്ത്രരാകട്ടെ. ഭയം മാറട്ടെ, ഭാരം മാറട്ടെ, നിരാശകൾ മാറട്ടെ, സ്വസ്ഥത ഉണ്ടാകട്ടെ. എത്ര മാരക രോഗമെങ്കിലും സൗഖ്യമാകട്ടെ. ഹെർണിയയുടെ വേദന നിമിത്തം ഭാരപ്പെടുന്ന ആൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. തൊണ്ടയിൽ എന്തോ തട്ടിയിരിക്കുന്ന പോലെ, ഒരു മുഴ പോലെ, അങ്ങനത്തെ ഒരു പ്രയാസമുള്ള വ്യക്തി യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, ജോലിയെക്കുറിച്ച് ഭാരത്തോടിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ ജീവൻ വെളിപ്പെടട്ടെ ഇപ്പോൾ തന്നെ. കർത്താവെ, അത്ഭുത സൗഖ്യം, അത്ഭുതകരമായ വിടുതലിനെ കൽപ്പിക്കുന്നു. ജീവൻ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ബലത്തോടെ എഴുന്നേൽക്കട്ടെ. കർത്താവ്, ഈ ദിവസങ്ങൾ അവരായിരിക്കുന്ന സ്ഥലത്ത്, ഭവനത്തില്, രാജ്യത്ത്, അവരുടെ സ്കൂളിൽ, കോളേജിൽ, ആ ഓഫീസിൽ ഇവരൊരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ. കർത്താവ്, അങ്ങനെ യേശുവിന്റെ നാമത്തില് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല അനുഗ്രഹത്താലും ഇവരെ നിറച്ചിരിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണാനായിട്ട് സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം. മറ്റുള്ളവർക്ക് ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക. ഒപ്പം ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂർ തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു ദൈവജന പഠന പരമ്പരയുണ്ട്. നിങ്ങൾക്കതിൽ പങ്കാളികളാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ക്രമീകരണം ചെയ്യുന്നതാണ്. തികച്ചും സൗജന്യമാണ്. അതിന് പഠന പരമ്പര എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് പുസ്തകമുണ്ടോ, സിലബസ് ഉണ്ടോ, എക്സാം ഉണ്ടോ, ഒന്നുമില്ല. എല്ലാ ദിവസവും ദൈവജനത്തിൽ നിന്ന് പഠിക്കാനും ഒരുമിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം. അനുഗ്രഹിക്കപ്പെട്ടവരാന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള ഓരോ നിമിഷവും, ആമേൻ, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആ ബോധ്യത്തോടെ നിൽക്കാം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യത്തിൽ. കർത്താവ് നിങ്ങളെ അസാധാരണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.